ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായൊരു രഹസ്യത്തിലേക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം വിരൽ ചൂണ്ടുന്നു. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് രോഗശാന്തി നൽകുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും അധികാരവും ശക്തിയും നൽകി സുവിശേഷ പ്രഘോഷത്തിനായിട്ട് അയക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം. ഇന്നത്തെ വചനഭാഗം ധ്യാനിക്കുമ്പോൾ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, അവൻ ശക്തിയും അധികാരവും നൽകുന്നു. ശിഷ്യന്മാരെ വെറും കൈയോടെയല്ല തൻ്റെ ദൗത്യത്തിനായിട്ട് ഈശോ പറഞ്ഞയക്കുക, മറിച്ച് അവർക്ക് ആവശ്യമായ അധികാരവും ശക്തിയും നൽകിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും കുടുംബത്തിൻ്റെതായ മറ്റ് സാഹചര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ എനിക്ക് ഇതിന് ഒന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടാറുണ്ട്. എനിക്ക് ഇതിനൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഓർക്കുക, ദൈവം നമ്മെ അയക്കുന്നത് അധികാരവും ശക്തിയും നൽകിയിട്ടാണ്. നമ്മുടെ ബലഹീനതകളിലോ കുറവുകളിലോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ആണ് നാം ആശ്രയിക്കേണ്ടത്. രണ്ടാമതായി, ജീവിതശൈലി. യാത്രയ്ക്കായി വടിയോ സഞ്ചിയോ അപ്പമോ പണമോ കരുതരുത് എന്നാണ് യേശു പറയുക. ഈശോയിൽ പ്രിയമുള്ളവരെ, ഭൗതികമായ കരുതലുകളേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുവാനാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഭൗതികമായ സാഹചര്യങ്ങളിലും സാമ്പത്തികമായ സുരക്ഷിതത്വവും കണ്ടെത്തുവാനായിട്ട് നാം ഓടുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ ഉത്തരവാദിത്വങ്ങൾ നൽകി അയക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? നമുക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകി അയക്കുന്ന സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട്, ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിച്ച ശിഷ്യന്മാരെ കുറിച്ച്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ സന്തോഷത്തോടെ സുവിശേഷം പ്രഘോഷിച്ച ശിഷ്യന്മാരെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്താം. നാം ആയിരിക്കുന്ന അവസരങ്ങളിൽ ജീവിത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ദുരിതങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ നമ്മെ അയച്ച സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുണ്ടോ? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട കൃപ നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ.